ശുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ആദ്യമായിട്ട് ഇന്ത്യ, അതും സീനിയർ താരങ്ങളുണ്ട്, ഒരു വൺ ഡേ മാച്ചിന് ഇറങ്ങുകയാണ് ക്യാപ്റ്റൻസിയിൽ. അപ്പോൾ ക്യാപ്റ്റൻസി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് മത്സരങ്ങളിലെ കഴിഞ്ഞ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ക്യാപ്റ്റൻസി ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം 7 കളികളിൽ 4 ടെസ്റ്റുകളിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ന്യൂ എറ എന്ന് തന്നെ പറയാം. ഗംഭീർ ശുഭ്മാൻ ഗിൽ എറ എന്നുള്ള രൂപത്തിൽ നോക്കുമ്പോൾ, അതും ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് 2-2 സമനില പിടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ശുഭ്മാൻ ഗിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രൂവൻ താരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഓസ്ട്രേലിയൻ മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും ഓസ്ട്രേലിയ അത്രയും ഒരു ബാലികേറാ മലയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ കാലമൊക്കെ വന്നപ്പോഴാണ് ഇന്ത്യ കുറച്ചെങ്കിലും ജയിക്കാൻ തുടങ്ങിയത്. അപ്പം ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് പോകുമ്പം ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ടീമിലുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ അവർ എന്താവും അവരുടെ ഡിസിഷൻ ഈ പരമ്പരയ്ക്ക് ശേഷം? കാരണം ഇനി ഒരു വർഷത്തോളം ഉണ്ട്. 2027 ഏകദിന ലോകകപ്പ് വരുന്നത്. അപ്പോൾ ആ ലോകകപ്പ് വരെ അവർ രണ്ടുപേരും നിൽക്കുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷേ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേർ, വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ, ഈ 2 പേരും ടീമിലുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പോസിറ്റീവാണ്, അഡ്വാൻറ്റേജ് ആണ്. അതിനൊപ്പം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ടീം നോക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സൂപ്പർ താരങ്ങൾ കളിക്കാനില്ല. 3-4 സൂപ്പർ താരങ്ങൾ കളിക്കാനില്ല. ഏറ്റവും പ്രധാനം പാറ്റ് കമ്മിൻസ്, അവരുടെ സ്ഥിരം നായകൻ, ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ, അദ്ദേഹം ഈ മത്സരത്തിന് പരിക്ക് കാരണം മാറിയിരിക്കുകയാണ്. അതുപോലെ സ്റ്റീവ് സ്മിത്ത്, ലോകത്തിലെ നമ്പർ 1 ടെസ്റ്റ് ബാറ്റർമാരിൽ ഒരാളായ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായ സ്റ്റീവ് സ്മിത്തും കളിക്കാനില്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് ഓസ്ട്രേലിയക്കുണ്ട്. ഇന്ത്യക്കാണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ടതിലേറെ ഉണ്ട് താനും. അപ്പോൾ ഗില്ലിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് തന്നെയാണ്.